നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സമയത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആണ്. കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ ഒരു സർക്കാർ ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിലേക്ക് UDC, സ്റ്റെനോഗ്രാഫർ, MTS തുടങ്ങിയ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ കേരള റീജിയനിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ആ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന് പുറമെ മറ്റു റീജിയനിലേക്കും തമിഴ്നാട്, കർണാടക തുടങ്ങിയ റീജിയനിലേക്കും വിളിച്ചിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റ് www.esi.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ആ റീജിയനിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ ആ റീജിയനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന കേരള റീജിയനുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ഇവിടെ കൃത്യമായിട്ട് കേരള റീജിയനിലുള്ള വാക്കൻസീസ് പറയുന്നുണ്ട്. UDC ഇതിലേക്ക് വരുമ്പോൾ 66 ടോട്ടൽ വേക്കൻസി, സ്റ്റെനോയിലേക്ക് വരുമ്പോൾ 4, MTSിലേക്ക് വരുമ്പോൾ 60 ടോട്ടൽ വേക്കൻസി പറയുന്നത്. ഇവിടെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. വാക്കൻസീസ് നോട്ടിഫൈഡ് എബോവ് ആർ സബ്ജക്ട് ടു ചേഞ്ച് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ റിപ്പോർട്ട് നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 66 UDC, 4 സ്റ്റെനോ, അതുപോലെ തന്നെ 60 MTS എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്ന വേക്കൻസി. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ആണ്. സ്കെയിൽ ഓഫ് പേ UDCയും സ്റ്റെനോയിലേക്കും വരുമ്പോൾ 25,500 മുതൽ 81,100 7th സെൻട്രൽ പേ കമ്മീഷൻ പ്രകാരം ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത്. ഇനി MTSിലേക്ക് വരുമ്പോൾ 18,000 മുതൽ 56,900 എന്നതാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ UDCയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. ഒപ്പം വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡിംഗ് യൂസ് ഓഫ് ഓഫീസ് സ്യൂട്ട്സ് ആൻഡ് ഡാറ്റാബേസസ് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റെനോയിലേക്ക് വരുമ്പോൾ 12th ക്ലാസ് പാസ് ഓർ ഇക്വാലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. 12ാം ക്ലാസ് വിജയമാണ് ഇവിടെ പറയുന്നത്. സ്കിൽ ടെസ്റ്റിന്റെ നോംസ് ഇവിടെ പറയുന്നുണ്ട്. ഡിക്റ്റേഷൻ 10 minutes at rate 80 words per minute. ട്രാൻസ്ക്രിപ്ഷൻ ഇംഗ്ലീഷിലാണെങ്കിൽ 50 മിനിറ്റ്സും ഹിന്ദി ആണെങ്കിൽ 65 മിനിറ്റ്സ് ആണ്. ഓൺലി ഓൺ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. MTS തസ്തികയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇക്വാലന്റ് ആണ്. SSLC അല്ലെങ്കിൽ ഇക്വാലന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് UDC, സ്റ്റെനോ തുടങ്ങിയ തസ്തികയിലേക്ക് 18 മുതൽ 27 വയസ്സ് എന്നതാണ് ഏജ് ലിമിറ്റ്. അത് കണക്കാക്കുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്ന 15th February 2022 അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. ഇനി MTS തസ്തികയിലേക്ക് വരുമ്പോൾ 18 മുതൽ 25 വയസ്സാണ്. അതും കണക്കാക്കുന്നത് 15 February 2022 അടിസ്ഥാനമാക്കിയിട്ടാണ്. കുറഞ്ഞ പ്രായപരിധി UDCയിൽ 18, ജനറൽ വിഭാഗത്തിന് UDC അതുപോലെ തന്നെ സ്റ്റെനോ എന്ന തസ്തികയിലേക്ക് ഉയർന്ന പ്രായപരിധി 27. MTS വരികയാണെങ്കിൽ കുറഞ്ഞ പ്രായപരിധി 18 തന്നെ, ഉയർന്ന പ്രായപരിധി 25 ജനറൽ വിഭാഗത്തിന്. ഇവിടെ സംവരണ വിഭാഗങ്ങൾക്ക് അവർക്ക് അനുവദിച്ചിട്ടുള്ള ഏജിലുള്ള റിലാക്സേഷൻ ഒക്കെ നൽകുന്നതായിരിക്കുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം എന്നിങ്ങനെയുള്ള ഉയർന്ന പ്രായപരിധിയിൽ അനുവദിച്ചിട്ടുള്ള റിലാക്സേഷൻ ഒക്കെ ലഭിക്കുന്നതായിരിക്കുമെന്നും കൂടെ പറയുന്നുണ്ട്. ഇനി ഇവിടെ കൃത്യമായിട്ട് പറയുന്ന മറ്റൊന്നെന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ESICയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ആ ഒരു വെബ്സൈറ്റിൽ നൽകുന്നതാണ്. ആ ഒരു വെബ്സൈറ്റിൽ 2022 February 15 ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓൺലൈൻ മോഡിലൂടെ മാത്രമാണ്, ഓൺലൈനായിട്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഈ ഒരു തസ്തികയിലേക്ക് നമ്മൾ അപേക്ഷിക്കണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഫീസ് നൽകേണ്ടതായിട്ടുണ്ട്. SC/ST PWD ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആൻഡ് എക്സ് സർവീസ്മെൻ ഇവർക്ക് നൽകിയിരിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. ദിസ് ഫീസ് ഓഫ് ₹250 ഷാൽ ബി റീഫണ്ടഡ് ഡ്യൂലി ഡിഡക്റ്റിംഗ് ബാങ്ക് ചാർജസ് ആർ ആപ്ലിക്കബിൾ ഓൺ അപ്പിയറിംഗ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇൻ ദ phase 1 റിട്ടൺ എക്സാമിനേഷൻ. phase 1 റിട്ടൺ എക്സാമിനേഷന് ശേഷം ഇത് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ബാങ്ക് ചാർജ് ഒക്കെ ഈടാക്കിയതിനു ശേഷം ബാക്കി വരുന്ന തുക ഡിഡക്റ്റ് ചെയ്യും എന്നും കൂടെ കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, അടച്ചിരിക്കണം 250 രൂപ. മറ്റ് കാറ്റഗറിയിൽ പെടുന്നവർ 500 രൂപ അടച്ചിരിക്കണം. അവരുടെ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണെന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് ട്രാൻസാക്ഷൻ ചാർജസും ഇതിൽ ഉൾപ്പെടാം എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് 500 കൂടാതെ ഇവിടെ എന്ത് ചെയ്യാം, ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ഉൾപ്പെടും.
അതൊക്കെ കൂട്ടിയിട്ടാണ് നമുക്ക് ഫീസ് അവിടെ പറയുക. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് ഇതിൻ്റെ സിലബസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ ഇതെങ്ങനെയെല്ലാമാണ് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്, നമ്മുടെ ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സെൻറ്റർ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഏത് സ്ഥലത്താണ് പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് UDC പോലുള്ള തസ്തികയിലേക്ക് 3 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ. ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും. അതിൻ്റെ സിലബസ് കൃത്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്നിങ്ങനെ സിലബസ് നൽകിയിട്ടുണ്ട്. തുടർന്ന് 2ാം ഘട്ടം എന്ന് പറയുന്നത് മെയിൻ എക്സാം ആണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടം ഒരു ക്വാളിഫയിങ് നേച്ചറാണ്. ആ ഒരു ഘട്ടത്തിൽ കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു. 2ാം ഘട്ടത്തിലേക്ക് വരുന്നു, മെയിൻ എക്സാമിലേക്ക് വരുന്നു. മെയിൻ എക്സാമിലും ഇവിടെ കൃത്യമായിട്ട് സിലബസ് നൽകിയിട്ടുണ്ട്. മെയിൻ എക്സാം 200 മാർക്കിനാണെന്ന കാര്യം ഓർക്കുക. പ്രിലിമിനറി 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 200 മാർക്കാണ്. 100 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 200 മാർക്കാണ്. ഇവിടെ 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 200 മാർക്കാണ്. മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ ടൈം അവിടെ 2 മണിക്കൂറാണ്. പ്രിലിമിനറിൻ്റെ ഘട്ടത്തിൽ 1 മണിക്കൂറാണ് ടൈം നൽകിയിരിക്കുന്നത്. 3ാം ഘട്ടം എന്ന് പറയുന്നത് UDCൻ്റെ കേസിൽ കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. 50 മാർക്കാണ്. കൃത്യമായിട്ട് പറയുന്നത് ഇതൊരു ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. ഈ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് പാസ്സാകാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാമാണ്. ഒരു ക്വാളിഫയിങ് മാർക്ക് അവർ പറയും. ആ കടക്കുന്നവരെല്ലാം എന്താണ് സ്കിൽ ടെസ്റ്റ് പാസ്സായതായിട്ട് പരിഗണിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് സ്റ്റെനോഗ്രാഫർ തസ്തികയാണ്. അവിടെ 2 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ. ഒന്ന് phase 1 എന്ന് പറയുന്നത് ഒരു മെയിൻ എക്സാം ആണ്. അതിൻ്റെ സിലബസും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ phase 2 എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ഇൻ സ്റ്റെനോഗ്രാഫിയിലുള്ള സ്കിൽ ടെസ്റ്റ് ആണ് ഇവിടെ പരിഗണിക്കുന്നത്. അതും ഒരു ക്വാളിഫയിങ് നേച്ചർ ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. അവിടെ പ്രിലിമിനറി എക്സാം ഉണ്ട്. അവിടുത്തെ സിലബസും കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നു. 1 മണിക്കൂറാണ് പ്രിലിമിനറി എക്സാം. അതൊരു ക്വാളിഫയിങ് ഇൻ നേച്ചറാണ്. അതിനുശേഷം ഇതിൽ സെലക്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എന്താണ് മെയിൻ എക്സാമിലേക്ക് പോകുന്നു. അവിടെ എന്താണ് 200 ചോദ്യങ്ങൾ 200 മാർക്കിൽ 2 മണിക്കൂറായിട്ടാണ് പരീക്ഷ വരുന്നത്. 2 ഘട്ടങ്ങളായിട്ടാണ് MTSന്റെ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിശദമായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകാം. അതിലൂടെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു തസ്തികയിലേക്ക്. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.asic.nic.in എന്നതാണ് വെബ്സൈറ്റ്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനിലൂടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷനൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വെബ് ലിങ്കിലേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്ന സുവർണ അവസരമാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് മനസ്സിലാക്കി അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക. ഇത്തരത്തിലുള്ള സുവർണ അവസരങ്ങളൊക്കെ വിനിയോഗിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും ഒപ്പം നമ്മൾ തുടക്കം കുറിച്ച 10th പ്രിലിം മിഷൻ 2.0 എന്ന് പറയുന്ന വീഡിയോ സീരീസിലെ ക്ലാസ്സുകളും RRB NDPC പോലുള്ള തസ്തികയിലേക്ക് നൽകുന്ന ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.